നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇന്ന് പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്. നമ്മുടെ ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂക്ക ചെയ്യുന്നത് പോലെ വില്ലൻ റോളുകൾ ചെയ്യാത്തത് എന്നുള്ളത്. നമുക്കറിയാം, ലാലേട്ടൻ സിനിമയിൽ വന്നത് തന്നെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ്. പണ്ടൊക്കെ ലാലേട്ടൻ ഒരുപാട് വില്ലന്മാരെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാണ്. പല ഫാൻസിനും ലാലേട്ടന്റെ ഒരു മാസ് വില്ലൻ ക്യാരക്ടർ എന്തായാലും കാണണമെന്നുണ്ട്. അതിനുവേണ്ടി പലരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മമ്മൂക്ക ചെയ്യുന്നത് പോലെ ലാലേട്ടനും വില്ലൻ റോളുകൾ പുതിയതായി അങ്ങനെ ചെയ്യാത്തതെന്നാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഇതിലെ മെയിൻ കാര്യമാണ് മാർക്കറ്റിംഗ്. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ലാലേട്ടൻ ഒരു ട്രാക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ പുലിമുരുകൻ, ദൃശ്യം പോലുള്ള സിനിമകൾക്ക് ശേഷം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ മാറി. ലാലേട്ടന്റെ ബ്രാൻഡ് വാല്യൂവും കൂട്ടി. ലാലേട്ടനെ തേടി ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വന്നു. ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സ് എല്ലാം നടന്റെ മാർക്കറ്റ് എവിടെയാണോ അതിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ലാലേട്ടന്റെ മാർക്കറ്റ് നിലവിൽ ഫാമിലി ത്രില്ലർ ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ മാസ് സിനിമകളാണ്. ഫാമിലി സിനിമകൾ ഉണ്ടാക്കുന്നതിന് വലിയൊരു ബഡ്ജറ്റ് വേണ്ട. പക്ഷേ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് VFXന്റെ ചെലവ്, ആ ഒരു ബിഗ് സ്കെയിലിന്റെ ചെലവ്, മാർക്കറ്റിംഗ് ചെലവ്, അങ്ങനെ വലിയൊരു ചെലവ് വേണ്ടി വരും. അപ്പോൾ ഈ മുടക്കിയ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ നടന്റെ മാർക്കറ്റ് എവിടെയാണോ അത് തന്നെ ഫോക്കസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബഡ്ജറ്റ് വെച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നത് വളരെ റിസ്ക് ആണ്. ഈ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അതിനുവേണ്ടി അങ്ങനെ മുൻപോട്ട് വരില്ല. മമ്മൂക്കയുടെ കാര്യം നമുക്കറിയാം. മമ്മൂക്ക പണ്ട് മുതലേ വെറൈറ്റി ആയിട്ടുള്ള എക്സ്പെരിമെന്റുകൾ ചെയ്യുന്ന നടനാണ്. പല ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ മമ്മൂക്കയുടെ കയ്യിലായിരിക്കും ഇങ്ങനെയുള്ള റോളുകൾ ഏറ്റവും കൂടുതൽ വരിക. പല എക്സ്പെരിമെന്റുകൾ നടത്താൻ മമ്മൂക്ക റെഡി ആയതുകൊണ്ട് തന്നെ ഈ പുതിയ ഡയറക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടുന്നത് മമ്മൂക്കയിലായിരിക്കും. നമ്മൾ നോക്കേണ്ട കാര്യം, വില്ലന്മാരടക്കം ഏത് ക്യാരക്ടേഴ്സും തനിക്ക് പറ്റുമെന്ന് രണ്ട് നടന്മാരും ഓൾറെഡി വർഷങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ആരുടെ ട്രാക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ലാലേട്ടന്റെ കാര്യം നോക്കിയാൽ ലാലേട്ടൻ നിലവിൽ ബിഗ് സ്കെയിലിൽ വരുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലി ത്രില്ലർ സിനിമകൾ. ഈ സെയിം ട്രാക്ക് ഉള്ളതുകൊണ്ട് തന്നെ മാസ് ഓഡിയൻസും അതിനോടൊപ്പം ഫാമിലി ഓഡിയൻസും കൺസിസ്റ്റന്റ് ആയി ലാലേട്ടൻ അല്പം കൂടുതലാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ ഹൈ പോസിറ്റീവ് വന്നാൽ ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ വരെ ചാൻസ് കൂടുതലാണ്. നമുക്കറിയാം, ലോക സിനിമ ഇപ്പോൾ 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ഈ ഒരു റെക്കോർഡ് ബീറ്റ് ചെയ്യാൻ പല ഡയറക്ടേഴ്സും എന്തായാലും ട്രൈ ചെയ്യും. മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് കൊണ്ടുവരിക എന്നുള്ളത് നടന്മാരുടെയും ഡയറക്ടേഴ്സിന്റെയും വലിയൊരു ഡ്രീമാണ്. ഏത് ഡയറക്ടറാണോ അല്ലെങ്കിൽ ഏത് നടനാണോ ആദ്യ പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കുന്നത് നമുക്കറിയാം, പിന്നെ പറയേ വേണ്ട. അവര് പിന്നെ ഒരു 1.5 ബ്രാൻഡാവും. നടനാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ഒരു പടം 800 കോടി 1000 കോടിയെല്ലാം ഹിറ്റ് അടിച്ചാൽ അടുത്ത പടത്തിന് എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞത് ഒരു 50 കോടി സാലറി തന്നെ വാങ്ങാം. പിന്നെ ഇറങ്ങുന്ന ഓരോ സിനിമകൾക്കും പാൻ ഇന്ത്യൻ ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ ലാലേട്ടന്റെ മുൻപിൽ വരുന്ന ഒട്ടുമിക്ക ഡയറക്ടേഴ്സും നായകനായിട്ടുള്ള ഇനിയും ബിഗ് ബഡ്ജറ്റ് സിനിമയാണെങ്കിൽ മാസ് ഹീറോ ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും വരിക. ഈ ഒരു ട്രാക്കിൽ പോകുന്ന ലാലേട്ടന് ഒരു പടം ഹെവി പോസിറ്റീവ് വന്നാൽ മലയാളം ഇൻഡസ്ട്രിക്ക് വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് കൊണ്ടുവരാൻ കഴിയും. ലാലേട്ടന്റെ വൃഷഭ എന്നൊരു സിനിമ വരുന്നുണ്ട്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ്. ഇതിന്റെ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ പലരും കരുതിയത് ഇത് മറ്റൊരു ബറോസ് ആണെന്നാണ്. ടീസർ അനൗൺസ്മെന്റ് വന്നപ്പോൾ പോസ്റ്റേഴ്സ് വെച്ച് അതെന്തായാലും എയറിൽ കയറും എന്ന് പലരും വിശ്വസിച്ചു. പക്ഷെ ഇതിന്റെ ടീസർ അത്യാവശ്യം നല്ലൊരു ടീസറായിരുന്നു. സിനിമ എന്താകുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇനി പുറത്തു നിന്നൊരു ഡയറക്ടർ, ഒരു ബ്രാൻഡ് ഡയറക്ടർ, ഒരു പവർഫുൾ സ്ക്രിപ്റ്റ് ആയി വന്നു ലാലേട്ടനെ വില്ലൻ റോൾ ചെയ്യാൻ വിളിച്ചാൽ അവിടെ ഒരു ചാൻസ് ഉണ്ട്. രാജമൗലി പോലെയുള്ള ഒരു ഡയറക്ടർ വില്ലന്മാരെ ക്രിയേറ്റ് ചെയ്യുന്നത് വലിയൊരു ഡെപ്തിലാണ്. ഇനി ലോകേഷ് കനകരാജ് ആണെങ്കിലും ആ ഒരു വില്ലൻ റോൾ ലാലേട്ടന്റെ സ്റ്റാർഡത്തിന് പറ്റിയ എല്ലാം കൊണ്ടും മാച്ചായ ഒരു വില്ലനാണെങ്കിൽ ലാലേട്ടൻ എന്തായാലും ചെയ്യും. ലാലേട്ടൻ വില്ലൻ റോളിൽ വന്നാൽ എന്തായാലും പടത്തിന് നല്ലൊരു മാസ് ഹൈപ്പ് ഉണ്ടാവും. പക്ഷെ എത്ര വലിയ ഡയറക്ടർ ആണെങ്കിലും നടന്മാരുടെ സ്റ്റാർഡത്തിന് മാച്ചായ അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും. എങ്കിൽ മാത്രമേ അവർക്ക് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ശങ്കർ. നമുക്കറിയാം, രാജമൗലിക്ക് മുമ്പ് ശങ്കർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡ് ഡയറക്ടർ ആയിരുന്നു. അങ്ങനെ പീക്ക് ടൈമിൽ നിൽക്കുന്ന ശങ്കർ ശിവാജി ദ ബോസ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 100 കോടി സിനിമയാണ്. ഇതിൽ വില്ലൻ റോൾ ചെയ്യാൻ ആദ്യം നമ്മുടെ ലാലേട്ടനെയാണ് വിളിച്ചത്. പക്ഷെ ലാലേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കി അത് റിജക്ട് ചെയ്തു. കാരണം നമുക്ക് തന്നെ അറിയാം, അത് ലാലേട്ടന്റെ സ്റ്റാർഡത്തിന് പറ്റിയ റോളല്ല. വില്ലനെ ചെരിപ്പോരി അടിക്കുന്ന സീനുകൾ വരെയുണ്ട്. മറ്റൊരു സിനിമയാണ് നൻബൻസ് എന്ന സിനിമ. ഇതിൽ ശങ്കർ ദിലീപിനെ വിളിച്ചിരുന്നു. സൈലൻസർ എന്ന ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ദിലീപിനെ വിളിച്ചത്. സൈലൻസർ എന്ന പേര് കേട്ടപ്പോൾ ദിലീപ് ആദ്യം വിചാരിച്ചത് ഈ ബൈക്കിൽ വല്ല ക്രൈസ് ഉള്ള അങ്ങനെ വല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കുമെന്നാണ്. ഈ നൻബൻസ് എന്ന സിനിമ 3 ഇഡിയറ്റ് സിനിമയുടെ റീമേക്കാണ്. ദിലീപ് 3 ഇഡിയറ്റ് സിനിമ കണ്ടു. അപ്പോഴാണ് ദിലീപിന് ഈ സൈലൻസർ കൊണ്ട് ശരിക്കും ശങ്കർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കറക്റ്റ് മനസ്സിലായത്.
ദിലീപ് അപ്പോൾ തന്നെ റിജക്ട് ചെയ്തു. പിന്നെയുള്ളത് 2.0 സിനിമയാണ്. ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ നമ്മുടെ അർണോൾഡ് വന്നിരുന്നു. നമുക്കറിയാം അർണോൾഡ്, സിൽവസ്റ്റർ സ്റ്റലോൺ എല്ലാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള നടന്മാരാണ്. എന്തിരൻ സിനിമ ആ ഒരു ടൈമിൽ അത്യാവശ്യം ഇന്ത്യക്ക് പുറത്തും ഫേമസ് ആയിരുന്നു. റൂസോ ബ്രദേഴ്സിന്റെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്ന സിനിമയ്ക്ക് ചില സീനുകൾ എന്തിരൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇതുപോലെ അർണോൾഡും എന്തിരൻ സിനിമ കണ്ടിട്ടുണ്ട്. ഓഡിയോ ലോഞ്ചിൽ അർണോൾഡ് പറഞ്ഞിരുന്നു ഫ്യൂച്ചറിൽ നമുക്ക് ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാമെന്ന്. ശങ്കർ അത് സീരിയസ് ആയിട്ട് എടുത്തു. ശേഷം 2.0 സിനിമയിൽ പക്ഷിരാജൻ ക്യാരക്ടറിന് വേണ്ടി നമ്മുടെ അർണോൾഡിനെ വിളിച്ചു. അർണോൾഡ് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി. ശേഷം അത് റിജക്ട് ചെയ്തു. അങ്ങനെയാണ് അക്ഷയ് കുമാറിലേക്ക് എത്തിയത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ ആ ഒരു പക്ഷിരാജൻ ക്യാരക്ടർ തന്നെയായിരുന്നു. ഒരു റോബോട്ടിന് വില്ലനായി പ്രേതം വന്നത് സിനിമയ്ക്ക് ഒട്ടും തന്നെ മാച്ചായില്ല. ഇതൊരു ഏലിയൻ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും മാച്ചാകുമായിരുന്നു. ഇനി അർണോൾഡിനെ പിടിക്കണമെങ്കിൽ ഈ പക്ഷിരാജിന് പകരം ഒരു വില്ലൻ റോബോട്ടിനെ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അർണോൾഡ് നോക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് 10 ഇരട്ടി മാസാകുമായിരുന്നു. നമുക്കറിയാം വേൾഡ് ഫേമസ് ആയ ടെർമിനേറ്റർ പോലെയുള്ള മാസ് റോബോട്ട് ക്യാരക്ടർ അർണോൾഡ് ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ടെർമിനേറ്ററിന് ശേഷം മറ്റൊരു റോബോട്ട് റോളിൽ വരുന്നു എന്ന് പറഞ്ഞ് അത് പാൻ വേൾഡ് ലെവൽ റീച്ച് ആവും. പക്ഷെ അത്രയും മികച്ച സ്ക്രിപ്റ്റ് ആയിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വില്ലൻ റോളാണെങ്കിലും ഏത് റോളാണെങ്കിലും നടന്മാരുടെ സ്റ്റാർഡത്തിന് പറ്റിയതാണെങ്കിലേ അവരത് എടുക്കുകയുള്ളൂ. ലാലേട്ടൻ നമുക്ക് വലിയൊരു ബോക്സ് ഓഫീസ് പവർ കൊണ്ടുവരുമ്പോൾ മമ്മൂക്കയുടെ പാറ്റേൺ യൂസ് ചെയ്ത് മമ്മൂക്ക മലയാളം ഇൻഡസ്ട്രിയെ എവിടെയും സ്റ്റക്കായി പോവാതെ എപ്പോഴും ഫ്രഷായി വെക്കുന്നു. വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ, പുതിയ പുതിയ ഡയറക്ടേഴ്സ്, സ്റ്റുഡിയോസ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് നമ്മുടെ മമ്മൂക്കയിലൂടെ കിട്ടുന്നുണ്ട്.